ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്ലിപ്പാണ് കേട്ടോ. അതിനിതാ കോപ്പർ വയർ, എലിഗേറ്റർ ക്ലിപ്പ്, ബീഡ്സ് ആൻഡ് ഗ്ലൂ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു കോപ്പർ വയർ ഞാൻ കട്ട് ചെയ്തത് 40 സെൻറ്റിമീറ്റർ, അതായത് 40 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ്. ഈ ബീഡ്സ് എടുത്തത് 4mm ബീഡ്സ് ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് പേളാണ് എടുത്തത്. 4 ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ നെക്ലേസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡില്ലേ, അതുപോലെ നമ്മളതൊരു സെൻട്രലിലേക്ക് ആക്കി പിടിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ മറ്റൊരു ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇട്ട് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാനതൊരു സെൻറ്ററിലേക്ക് ആക്കി മാറ്റുകയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു സെൻറ്ററിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം. ഇനി ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിൽ രണ്ട് ബീഡ്സും മറ്റൊന്നിൽ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു ബീഡ്സിലുള്ള കയർ വയർ എന്ത് ചെയ്യുക, 2 ബീഡ്സിൻ്റെ ലാസ്റ്റ് ഇട്ട ബീഡ്സില്ലേ അതിലേക്ക് ഓപ്പോസിറ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വലിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം നമുക്ക് ആ ഒരു എലിഗേറ്റർ ക്ലിപ്പ് കവർ ചെയ്യുന്ന ആ ഒരു ഭാഗം വരെ നമുക്ക് എന്ത് ചെയ്യുക, ചെയ്തെടുക്കാം കേട്ടോ. ഇതാ എൻ്റെ ഏകദേശം ഒരു എലിഗേറ്റർ ക്ലിപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇടുന്ന സമയത്ത് ഒരു ഭാഗത്ത് 3 എണ്ണം വെച്ചിട്ടിടണം കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, 3 എണ്ണം വെച്ചിട്ടിടുക. ഒരു ഭാഗത്തേക്ക് ഞാൻ ഒന്നും ഇടുന്നില്ല. പകരം ഈ ഒരു ഭാഗത്തുള്ള നമ്മൾ ഇടാത്തൊരു ഭാഗമില്ലേ, ഇതിങ്ങനെ ഒന്ന് പിടിച്ചെടുത്താൽ മനസ്സിലാവും. ഇടാത്ത ഭാഗത്തുള്ളത് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആക്കിയിട്ട്, അതായത് മൂന്നാമത്തെ നമ്മൾ മറ്റേതിലിട്ട് മൂന്നാമത്തതില്ലേ ലാസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു കോപ്പർ വയറിൻ്റെ ഡയറക്ഷൻ മാറിയിട്ട് നമുക്കൊരു ഭാഗത്തേക്കായിട്ട് കിട്ടും. ഇതുവരെ നേരെയായിട്ട് പോയിരുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒന്നിലേക്കൊരു 3 മുത്ത് വീതം ഇടുകയാണ് കേട്ടോ. ഒന്നിലേക്ക് 3 മുത്ത് ഇടണം. അതിന് ശേഷം നമ്മൾ മറ്റേ ഒരു കോപ്പർ വയർ എന്ത് ചെയ്യുക, മൂന്നാമത്തെ ആ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഓപ്പോസിറ്റായി വലിച്ചെടുക്കാം. അപ്പോൾ അത് താഴോട്ടേക്കാവും. അതിൻ്റെ ഡയറക്ഷൻ വീണ്ടും മാറി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബീഡ്സിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു കോപ്പർ വയർ എന്താക്കുന്നുണ്ട്, ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബേസായിട്ട് നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ ഒരു ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറഭാഗത്തേക്ക് നിൽക്കുന്ന ഈ കോപ്പർ വയറിലേക്ക് 2 ബീഡ്സ് വീതം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ രണ്ടാമതിട്ട ബീഡ്സിൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ മറ്റേ കോപ്പർ വയർ എന്താക്കുകയാണ്, ഓപ്പോസിറ്റായിട്ട് ഇട്ട് വലിച്ചു കൊടുക്കുക. ഈ ഒരു മെത്തേഡ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ക്ലിപ്പ് എൻഡാകുന്ന അവിടെ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണമെങ്കിലും ലെങ്ത്ത് വേണമെങ്കിലും ആക്കി ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ നമ്മൾ ഏകദേശം ലാസ്റ്റത്തത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് എന്ത് ചെയ്യുക, ഒരു 2 ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മെല്ലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തിരിച്ചെടുത്താൽ മതി. ഈ കയർ വയർ നന്നായിട്ട് തിരിച്ചെടുത്താൽ അത് അഴിഞ്ഞു പോകില്ല കേട്ടോ. പൊട്ടാതെ സൂക്ഷിച്ചാൽ മതി. ഒരുപാട് തിരിച്ചെടുത്താൽ ചിലപ്പം പൊട്ടിപ്പോവും. നമ്മളെ ക്ലിപ്പിൻ്റെ ഒരു ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വരെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് എലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. ഈ ഒരു ഗ്ലൂ നന്നായിട്ട് സ്റ്റിക്കായി നിൽക്കും. കുറച്ചൊരു നേരം നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണം.